ഇതെന്താ ചമ്പൽക്കാടോ? എന്റെ ജെറാൾഡേ, നിന്നെ സമ്മതിക്കണം. ജെറാൾഡേ, 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 ജെറാൾഡേ. ജെറാൾഡേ, ജെറാൾഡേ, ജെറാൾഡേ. വിളിച്ചിട്ടാരും കണ്ടില്ല, അതാ കയറി വന്നേ. അത് സാരില്ല, ഞാനൊന്നും ഉറങ്ങിപ്പോയി. കുറച്ച് കാർഡുണ്ട്, ഒക്കെ ക്രിസ്മസ് കാർഡുകളാ. ഓ, ഞാനിവിടെ ചാർജ് എടുത്തിട്ട് കുറച്ച് ദിവസമായുള്ളൂ. പേരെന്താ? മുരളി. എല്ലാരും സാന്താക്ലൂസ് എന്നാണ് വിളിക്കണല്ലേ? അതെ. ഈ ടോയ്സ് ഒക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണതാ? അതെ. നോമ്പാലും തുടങ്ങിയ ഈ സമ്മാനങ്ങളൊക്കെ കൊടുത്തു തുടങ്ങുമെന്ന് എല്ലാരും പറഞ്ഞു. ഈ കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ? എല്ലാവരും കുട്ടികളല്ലേ? അല്ല, വേറെ എന്തുട്ട പണി? സമ്മാനങ്ങൾ ഉണ്ടാക്കും. അത് ക്രിസ്മസ് കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? അടുത്ത ക്രിസ്മസിന് കൊടുക്കണ്ടേ? ഒരു ക്രിസ്മസ് കഴിഞ്ഞാൽ അടുത്ത ക്രിസ്മസ് വരെ സമ്മാനം ഉണ്ടാക്കലോ? ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. സിസ്റ്ററെ, സിസ്റ്റർ എന്താ വിഷമിച്ചിരിക്കണേ? വക്കീൽ നോട്ടീസാ. നമ്മളെ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്ന്. ഹൈ, നമ്മളോട് സ്ഥിരം താമസിച്ചോളം പറഞ്ഞിട്ട്. അന്ന് അങ്ങനെ പറഞ്ഞു, ഇന്നിങ്ങനെ പറയുന്നു. ഡ്രൈവർക്ക് വേറെ ജോലി കിട്ടും, പക്ഷെ കുട്ടികൾ എന്ത് ചെയ്യും? ദൈവത്തിനറിയാം. പ്രിയപ്പെട്ട അങ്കിൾ കഴിഞ്ഞ ക്രിസ്മസിന് വന്ന സമ്മാനം പൊന്നുവിന് ഒത്തിരി ഇഷ്ടമായി. ഈ ക്രിസ്മസിന് അങ്കിൾ വരുമ്പോ എനിക്കെന്ത് സമ്മാനം തരണേ? മോനെ, എത്ര നാളായിടാ നിന്നെ ഒന്ന് കണ്ടിട്ട്. ഈ ക്രിസ്മസിന് നീ വരണം, അമ്മയ്ക്ക് സമ്മാനവും തരണം. അടുത്ത ക്രിസ്മസിന് ഞാനുണ്ടാവൂന്ന് അറിയില്ല. പ്രിയപ്പെട്ട സാന്റ, ക്രിസ്മസ് ആയിട്ടോ. ഇക്കൊല്ലവും സാന്റ വരില്ലേ എന്നെ കാണാൻ?
പോളേട്ടാ. ആ മോള് വന്ന വഴിയാ? അതെ, ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ടൊന്നും വരാറില്ലേ? എവിടെ, തിരിഞ്ഞു പോലും നോക്കാറില്ല. ബിസിനസ് ഒക്കെ എങ്ങനെ പോണു? നന്നായിട്ട് പോണു. എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? അവന് കളിപ്പാട്ടുണ്ടാക്കാൻ തയ്യോ? നാട്ടുകാർ പറയുന്നത് മനസ്സിലാക്കാം. പോളേട്ടനും അത് തന്നെ പറയാ. വിഷമമുണ്ടടി. നിങ്ങളുടെ അപ്പച്ചനെ 4 JCB വെച്ച് തുടങ്ങിയതാ. പോളേട്ട അന്ന് കൂടെ കൂടിയതാ. അതുകൊണ്ട് പറയാ, ശരിക്ക് കഷ്ടപ്പെട്ട് തന്നെ ബിസിനസ് പിടിച്ചത്. അതാർക്കറിയണ്ടല്ലോ. ചേട്ടായി എന്ത് വേണേലും കാണിക്കട്ടെ. പോളേട്ടൻ അത് വിട്ടേക്ക്. വിട്ടു. പോട്ടെ. ആ ശരി. മോളെ, കാശ് വല്ലതും വേണോ? ബാങ്കിൽ പോയില്ല, പൈസ ഇവിടെ ഇരിപ്പുണ്ട്. വേണ്ട, ഞാൻ ചേട്ടായിയോട് വാങ്ങിച്ചോളാം. ശരിയെന്നാ. എന്റെ കർത്താവേ, ഇത് വീട്ടിലേക്കുള്ള വഴിയോ അതോ കാട്ടിലേക്കുള്ള വഴിയോ? ഈ ചേട്ടായിനെ ഇന്ന് ശരിയാക്കി തരാം. ചേട്ടായി, ആ വാടി. ഇതെങ്ങനെയാ ചേട്ടായി ഇവിടെ താമസിക്കുന്നേ? എനിക്കിവിടെ കണ്ടിട്ട് പേടിയായിട്ട് പാടില്ല. പേടിയോ? എന്തിന്? ചേട്ടായി ഒരു പുതിയ വീട് വാങ്ങിക്കേ. നിനക്ക് സാന്താക്ലോസിന്റെ പെങ്ങളൂട്ടിയാന്ന് പറയാൻ നാണക്കേടുണ്ടോടി? ഞാൻ നിർത്തി. ചേട്ടായി ഒന്ന് എണീറ്റേ, നമുക്ക് പറമ്പിലൊക്കെ ഒന്ന് പോവാം. വാ പോവാ. അരമനേന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി ഓർഫനേജ് തുടങ്ങിയതാ. എന്നിട്ട് അത് കൊളായി. എന്ത് പറ്റിയടേ? ചേട്ടായി എന്റെ പിള്ളേരെ കാണാൻ വരില്ലേ? വരാടി. ഇത് അവസാനത്തെ വരവാ, ഇനി വരേണ്ടി വരില്ല. അതെന്താടി? ഹൗസ് ഓണർ കെട്ടിടം ഒഴിയാൻ പറഞ്ഞു. അയാൾക്കതവിടെ പൊളിച്ച് ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണമെന്ന്. അപ്പൊ നിന്റെ പിള്ളേരെന്ത് ചെയ്യും? അവര് സഫയുടെ ഏതെങ്കിലും ഓർഫനേജിന് കൊടുക്കേണ്ടി വരും. എല്ലാവരും എന്നെ അമ്മയെന്നാ വിളിക്കണേ. അതാ ഒരു വിഷമം. നാത്തൂനും കിട്ടിയവനും UK-യിലുണ്ടെന്ന് കേട്ടു. അതിന് ഞാനെന്ത് വേണം? ചേട്ടായിക്കൊരു കല്യാണം കഴിക്കാൻ പാടില്ലേ? ഈ വയസ്സുകാലത്ത് ചേട്ടായിക്ക് ഇപ്പോഴും ചെറിയ മറക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലേ? എനിക്കതിന് പറ്റൂടി. നോക്കി പിടിക്കട്ടോ, കൈ കൊള്ളേ. നോമ്പ് അടങ്ങി ഇവിടെ എന്നും ക്രിസ്മസാ. കാശ് എത്ര പൊടിക്കണേ? ചെക്കന്റെ വാക്ക് കേട്ടിട്ട് തുള്ളാൻ നിന്നിട്ടല്ലേ? പപ്പയ്ക്ക് ഒരു മോൻ മാത്രമല്ലേ ഉള്ളൂ, അല്ലേ പപ്പ? പിന്നെ അല്ലാണ്ട് നമ്മൾ പൊളിക്കൂടാ. കത്തിക്ക് പപ്പേ. ഞാനും ചെറിയും വെക്കേഷന് വീട്ടിൽ പോകൂട്ടോ. നിങ്ങൾ പോയാ പിന്നെ ഞാനും അപ്പനും മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ ചാച്ചനെ അമ്മച്ചിയും കാണാതിരിക്കാൻ പറ്റില്ല. ഓ, എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പപ്പാ, എന്താടാ മുത്തേ? വാ ഇവിടെ ഇരിക്കും. എനിക്ക് എന്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് മേടിച്ചു തരും. അതിനെന്താടാ, നമുക്ക് ഇപ്പൊ തന്നെ പോയി വാങ്ങിച്ചേക്കാം. ഓക്കെ? ചെക്കൻ എന്ത് പറഞ്ഞാലും അത് സാധിച്ചു കൊടുത്തോളും. അത് പൊട്ട സ്വഭാവട്ടോ. ഓ ആയിക്കോട്ടെ. അല്ലടാ വാട കുട്ടാ.
നിങ്ങൾ എന്റെ മോനെ കൊണ്ടുപോയി കൊന്നൂല്ലേ? ഞാൻ എന്ത് ചെയ്തെന്ന്? വേണ്ട, നിങ്ങൾ ഇനി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ന്യായീകരിച്ചാലും എനിക്ക് എന്റെ മോനെ തിരിച്ചു കിട്ടുമോ? ജെറി എന്റെയും കൂടി മോനാടി. എന്നാ പോയി ചാവ്. മോന്റെ അടുത്ത് തന്നെ പോയി കിടക്കാലോ. ആരാ? ഞാൻ ജെറാളിന്റെ അപ്പച്ചനാ. അവനെ അഡ്മിറ്റ് ചെയ്യണം. ഉവ്വ്. അവന്റെ വൈഫ് എന്ത്? വന്നില്ല. അതെന്താ? വരുന്നില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവള് ധൈര്യം കൊടുത്ത് അവന്റെ കൂടെ നിൽക്കണ്ടേ? ജെറി മരിക്കാൻ കാരണം ജെറാൾഡാണെന്ന് അവള് പറയണേ. എന്താ അവളുടെ പേര്? ഡെയ്സി. ആദ്യം ചികിത്സിക്കേണ്ടത് അവളെയാ. സ്റ്റുപ്പിഡ്. മോനെ, ഡാ ജെറാൾഡേ, മോനെ, മോനെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അപ്പച്ചൻ പുറത്തുണ്ട് കേട്ടാ, പേടിക്കണ്ട. നീ കേട്ടാ? നിനക്ക് ചായ കാപ്പി എന്തെങ്കിലും വേണോ? പറയടാ, അല്ലെങ്കിൽ അപ്പച്ചൻ വീട്ടിൽ പോയിട്ട് ചോറ് കൊണ്ടുവരാം. നീ എന്തെങ്കിലും ഒന്ന് പറയടാ. നീ എന്താ ഒന്നും മിണ്ടാത്തേ? നിനക്ക് എന്താ പറ്റിയേ? നീ എന്തെങ്കിലും ഒന്ന് പറയടാ മോനെ. അപ്പച്ച, മോളെ എവിടേക്കാ? ഞാൻ വീട്ടിൽ പോവാ. ഇതെന്താ പെട്ടെന്ന്? പെട്ടെന്നൊന്നുമല്ല, ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാ. എനിക്ക് ഡിവോഴ്സ് വേണം. ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചോളാം. നിനക്ക് എന്താടി പറ്റിയത്? എന്റെ കുഞ്ഞു പോയി. ഞാൻ പിന്നെ എന്തിനാ എന്റെ ലൈഫ് കൂടി കളയുന്നേ? ആദ്യം അവനൊന്ന് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങട്ടെ. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. അതിനെനിക്ക് ആരുടെയും വക്കാലത്തൊന്നും വേണ്ട. ഞാൻ പോവാ. ജെറാൾഡിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യണം. ജെറാൾഡിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് 4-5 വർഷമായി. കൃത്യമായി പറഞ്ഞാൽ 4 വർഷവും 8 മാസവും 18 ദിവസവും. എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട് ഡോക്ടർ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ എന്തും താങ്ങാനുള്ള കരുത്ത് ജെറാൾഡിൻ്റെ മനസ്സിനുണ്ട്. ജെറാൾഡിൻ്റെ ഡോക്ടർ എന്ന നിലയിൽ എനിക്കത് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. പറയൂ ഡോക്ടർ. ഡെയ്സി വേറെ വിവാഹം കഴിച്ചു. പിന്നെ ജെറാൾഡിൻ്റെ അപ്പച്ചൻ കഴിഞ്ഞ വർഷം മരിച്ചു. ഇനി പുതിയ ജീവിതം തുടങ്ങാണ്. അത് ഓർമ്മ വേണം, മറക്കരുത്. മറക്കാൻ പാടില്ല. ശരി ഡോക്ടർ. ഗോഡ് ബ്ലസ് യു.
ഞാൻ ചെറിയുടെ ക്രിസ്മസ് ഫ്രണ്ടാ. ഇത് ഞാൻ ചെറിക്ക് വാങ്ങിച്ചതാ. ജെറി ഇവിടെ ഇല്ല. എനിക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് ജെറി മരിച്ചത്. ഇത് അങ്കിൾ എടുത്തോ. ദാ. അന്ന് മുതൽ എല്ലാവരും എന്റെ ക്രിസ്മസ് ഫ്രണ്ട്സാ. ദാ സാന്റാ ക്ലോസ് വന്നെടാ. വാടാ വാടാ ഓടി വാടാ. സാന്റാ ക്ലോസ് വന്നെടാ. വാടാ വാ. വാടാ മക്കളെ, വാ വാ. ചേട്ടായി എന്റെ പിള്ളേർക്ക് സമ്മാനമൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ എടുത്താ പങ്കത്തൊരു സമ്മാനം കൊണ്ടുവന്നുണ്ട്. അതെന്ത് സമ്മാന? എന്നാ പിടിച്ചോ. ഇത് നമ്മുടെ പുരയിടത്തിന്റെ ആധാരം. ഇഷ്ടദാനം എഴുതിയിട്ടുണ്ട് ചേട്ടായി. അപ്പൊ ചേട്ടായി എന്ത് ചെയ്യും? അത് സാരില്ലടി. അപ്പൊ ശരി, മേരി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്.